ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ഓൾജിബ്രൈക് റൂൾസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ റൂള് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. റൂൾ എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് എക്സിലുള്ളൊരു ഫംഗ്ഷൻ കെ എന്നുള്ളത് ഇനി കോൺസ്റ്റൻറ്റ്, ദെൻ കെ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അത് കണ്ടുപിടിക്കാനായിട്ട് കെ ഇൻറ്റു എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിച്ചാൽ മതി. അതാണ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. സെക്കൻഡ് വൺ റൂൾസ് ഫോർ നെഗറ്റീവ്സ്. അത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അതിൽ കെ എന്നുള്ളത് -1 ആകുമ്പോൾ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ളത് -1 ഇൻറ്റു എഫ് ഓഫ് എക്സ്, അത് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. സോ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കെയുടെ പ്ലേസിൽ -1 ആണ്. സോ -1 ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും, അതായത് മൈനസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ മൂന്നാമത്തെ സം ആൻഡ് ഡിഫറൻസ് റൂൾസ്. രണ്ട് റൂളുകളുണ്ട് അവിടെ. സം റൂളിൽ പറയുന്നത് രണ്ടും ഒരുമിച്ച് അവിടെ എഴുതിയെന്ന് മാത്രം. ആദ്യത്തെ ഇതാണ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ഈ റൂൾസ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽസ്. ആദ്യത്തത് ഇൻ്റഗ്രൽ ഓഫ് 5 sec x ഇൻറ്റു ടാൻ എക്സ് ഡി എക്സ്. ഇവിടെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. കെയുടെ പ്ലേസിൽ 5 ആണ്, എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ sec x ഇൻറ്റു ടാൻ എക്സ് ആണ്. സോ 5 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 5 ഇൻറ്റു sec x ടാൻ എക്സ് ഡി എക്സ്. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. 5 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് sec x ഇൻറ്റു ടാൻ എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇൻ്റഗ്രൽ sec x ടാൻ എക്സ് എന്നുള്ളത് sec x പ്ലസ് സി ആണ്. സോ 5 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് sec x ടാൻ എക്സിൻ്റെ ആൻസർ sec x പ്ലസ് സി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും 5 sec x പ്ലസ് 5c. ഇങ്ങനെ 5c എന്നുള്ളത് നമ്മളവിടെ എഴുതേണ്ട ആവശ്യമില്ല. 5c എന്നുള്ളത് മറ്റൊരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. c എന്നുള്ളത് ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 5c മറ്റൊരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്. നമുക്കതിനെ വല്ല c1 എന്നോ അല്ലെങ്കിൽ c' എന്നോ വിളിക്കാം. അപ്പോൾ 5 sec x പ്ലസ് c'. സോ നോർമലി 5 sec x പ്ലസ് സി ഇത്രയാണ് നമ്മൾ എഴുതാറ്. ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യാറില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എഴുതുമ്പോൾ 5 sec x പ്ലസ് സി, അതായത് 5 കോൺസ്റ്റൻറ്റ് sec x ടാൻ എക്സിൻ്റെ sec x, ദെൻ പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ 5 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് അങ്ങനെ സ്റ്റെപ്പൊക്കെ ചെയ്തു എന്ന് മാത്രം. സി ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 5c മറ്റൊരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. ദെൻ അതിനൊരു c' എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തി. ഞാൻ c' വീണ്ടും c എന്ന് എഴുതിയെന്ന് മാത്രം. സോ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയാൽ മതി ഇവിടെ നിന്നും. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. സെക്കൻഡ് വൺ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 5 ഡി എക്സ്. ഇവിടെ സം റൂളും ഡിഫറൻസ് റൂളും നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നു. ഇവിടെ 3 ടേംസ് ഉണ്ട്. ഇൻ്റഗ്രേഷനെ നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിനെ നമുക്ക് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ മൈനസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സിനെ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇവിടെ ഫസ്റ്റത്തെ ടേം എഫ് ഓഫ് എക്സ്, ദെൻ ഇത് ജി ഓഫ് എക്സ്, മറ്റൊരു ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ്. സോ ഇതിനെ 3ഉം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 2x ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 5 ഡി എക്സ്. ഇനി നമുക്കിവിടെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഇൻ്റഗ്രേഷൻ ഞാനവിടെ ചെയ്യുന്നില്ല. 2 കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 5 കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ ഓഫ് 1 ഡി എക്സ്. ദെൻ ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാവുന്നതാണ് എക്സ് സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്.
എക്സ് റേസ് ടു എന്നിൻ്റെ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ. സോ എക്സ് റേസ് ടു 2+1, അപ്പോൾ എക്സ് ക്യൂബ് ബൈ 3. ഇനി ഓരോ ടേമിൻ്റെയും കൂടെ സെപ്പറേറ്റ് സി എഴുതേണ്ട ആവശ്യമില്ല, ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂടി ഒരുമിച്ചൊരു സി ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതിന് C1, അടുത്തതിൽ C2, ദെൻ C3. C1ഉം C2ഉം C3യും ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവരുടെ സമ്മ് മറ്റൊരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ C1 + C2 + C3നെ സി എന്ന് വിളിച്ചാൽ നമുക്ക് ഒറ്റ ആർബിട്രറി കോൺസ്റ്റൻറ്റ് മതി, ഒരു സി എഴുതിയാൽ മതി. ദെൻ 2 ഇൻറ്റു എക്സിൻ്റെ എക്സ് റേസ് ടു 1 ആണത്, എക്സ് റേസ് ടു 1+1 ഡിവൈഡഡ് ബൈ 1+1. സോ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5 ഇൻറ്റു ഇൻ്റഗ്രൽ 1 dx എക്സ് ആണ്. ദെൻ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. സോ ഇവിടെ എക്സ് സ്ക്വയർ ബൈ 2ത്തെ 2ഉം ഈ ഒരു 2ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് സി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതല്ലെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റെപ്പൊന്നും എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് ഇവിടെ നിന്നും ഇതിലേക്ക് എത്തിയാലും മതി. ഇങ്ങനെ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെന്നൊന്നുമില്ല. എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3, ദെൻ 2 കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5 കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻ്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ കെ എക്സ് ആണ്. സോ 5x പ്ലസ് സി. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ഇൻ്റഗ്രേഷനൊക്കെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലേക്ക് വരാവുന്നതാണ്. ഇനി അടുത്തത് ഇൻ്റഗ്രൽ ഓഫ് √x ബൈ 2 പ്ലസ് 2 ബൈ √x dx. അപ്പോൾ ഇവിടെയും ആദ്യം സം റൂള് അപ്ലൈ ചെയ്യുന്നു. നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. √x ബൈ 2 dx പ്ലസ് ഇൻ്റഗ്രൽ 2 ബൈ √x dx. ദെൻ ഇതിലെ 1/2 കോൺസ്റ്റൻ്റ് ആണ്. സോ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ √x dx. അവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്, 2 പുറത്തേക്ക് എടുക്കാം. 2 ഇൻറ്റു 1/√x dx. ഇനി 1/2 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. √x എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 ആണ് dx പ്ലസ് 2 ഇൻറ്റു ഇത് 1/√x ആണ്. നമുക്കറിയാം 1/x റേസ് ടു n എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു -n ആണ്. 1/x റേസ് ടു r എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു -r ആണ്. ഇത് 1/x റേസ് ടു 1/2. സോ എക്സ് റേസ് ടു -1/2 ആണ് അവിടുത്തെ ഫങ്ഷൻ. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ റൂൾ അപ്ലൈ ചെയ്യാം. എക്സ് റേസ് ടു എന്നിൻ്റെ എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. 2 ഇൻറ്റു ഇവിടെ എക്സ് റേസ് ടു -1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1/2 പ്ലസ് 1 പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. 1/2 പ്ലസ് 1 3/2 ആണ്. എക്സ് റേസ് ടു 3/2 ബൈ 3/2. ഇവിടെ 2 ഇൻറ്റു -1/2 പ്ലസ് 1 1/2 ആണ്. സോ ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. ഇനി ഇതിന് നമുക്ക് 1/2 ഇൻറ്റു 2/3 എക്സ് റേസ് ടു 3/2 പ്ലസ് 2 ഇൻറ്റു മുകളിലേക്ക് എടുക്കുമ്പോൾ 2/1 2 എന്ന് വരും. എക്സ് റേസ് ടു 1/2 പ്ലസ് സി. 2 2 ഇവിടെ ക്യാൻസലാകും. 1/3 എക്സ് റേസ് ടു 3/2 പ്ലസ് 4 എക്സ് റേസ് ടു 1/2 പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 2 cos 2y മൈനസ് 3 sin 3y. ഇൻ്റഗ്രൽ ഓഫ് 2 cos 2y മൈനസ് 3 sin 3y dy. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ആണ് വേരിയബിൾ, y ആണെന്ന് മാത്രം. നോർമലി വേരിയബിൾ എക്സ് ആകുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനെ 2 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ സ്റ്റെപ്പുകൾ കുറയ്ക്കുന്നു. കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുന്നു. 2 cos 2y മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ sin 3y dy. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു നമുക്കറിയാം ഇൻ്റഗ്രൽ കോസ് കെ എക്സ് ഡി എക്സ് എന്നുള്ളത് സൈൻ കെ എക്സ് ബൈ കെ പ്ലസ് സി ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. അതുപോലെ ഇൻ്റഗ്രൽ സൈൻ കെ എക്സ്
ഡി എക്സ് എന്നുള്ളത് മൈനസ് കോസ് കെ എക്സ് ബൈ കെ പ്ലസ് സി ആണ്. അപ്പോൾ അത് രണ്ടും ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ എക്സിന് പകരം വൈ ആയി എന്നുള്ള വ്യത്യാസം മാത്രം. ആദ്യത്തെ കേസിൽ കെയുടെ വാല്യൂ 2 ആണ്. സോ സൈൻ 2y ഓൾ ഡിവൈഡഡ് ബൈ 2 മൈനസ് 3 ഇൻറ്റു സൈൻ കെ എക്സിൻ്റെ മൈനസ് കോസ് കെ എക്സ്. സോ മൈനസ് കോസ് കെക്ക് പകരം ഇവിടെ 3 ആണ്, 3y ബൈ 3 പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സിയും കൂടി ഉണ്ട്. ഇവിടെ 2ഉം 2ഉം ക്യാൻസലാകും. അതുപോലെ ഇവിടെ 3ഉം 3ഉം ക്യാൻസലാകും. ഈ മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആവും. സോ സൈൻ 2y പ്ലസ് കോസ് 3y പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y.